ഹലോ ഓൾ. ദ ടൈഗർ ആൻഡ് ദി ലാംബ് തമ്മിലുള്ളൊരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആണ് നമ്മൾ ഈ ഓഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലാംബ് ആണെങ്കിലും ടൈഗർ ആണെങ്കിലും വില്യം ബ്ലേക്ക് എന്നുള്ള പോയിറ്റാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഒരു റൊമാൻറ്റിക് പോയിറ്റും കൂടിയാണ്. ആൻഡ് ദെൻ ദ ലാംബ് എന്നുള്ള വർക്ക് എന്ന് പറയുന്നത് സോങ്സ് ഓഫ് ഇന്നസെൻസിനകത്തുനിന്നും ദ ടൈഗർ എന്നുള്ള വർക്ക് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു വർക്കിനകത്തുനിന്നുമാണ് എടുത്തിട്ടുള്ളത്. സോങ്സ് ഓഫ് എക്സ്പീരിയൻസിൻ്റെ വർക്ക് ആ ഒരു കളക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഡൾട്ട് ലൈഫിനെ കുറിച്ച്, അഡൾട്ട്സ് ഫേസ് ചെയ്യുന്ന ലൈഫിൻ്റെ എക്സ്പീരിയൻസസിനെ കുറിച്ച്, അതുപോലെ തന്നെ ലൈഫിൻ്റെ ഇമ്പാക്റ്റ് അവരിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നതെന്നും ആ ഒരു കറപ്റ്റഡ് ലൈഫ് എങ്ങനെയാണെന്നും ഒക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്നസെൻസിൻ്റെ ആ ഒരു സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്നുള്ള ആ വർക്കിനകത്ത് ഫുള്ള് ചൈൽഡ്ഹുഡ് ഇന്നസെൻസിനെ കുറിച്ച്, നേച്ചറിനെ കുറിച്ച്, ആ സിംപ്ലിസിറ്റി, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആ ഒരു റൈറ്റിംഗ് ഒക്കെയാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇന്നസെൻസും എക്സ്പീരിയൻസും തമ്മിലുള്ളൊരു തീമാണ് രണ്ടിനകത്തും വരുന്നത്. ലാംബ് എന്നുള്ളത് ഇന്നസെൻസിനെ എക്സ്പ്ലോർ ചെയ്യുന്നു, അതായത് ലാംബ് വളരെ ജെന്റിലാണ്, വളരെ മീക്കാണ്. ടൈഗർ എന്ന് പറയുന്നത് എക്സ്പീരിയൻസിനെയാണ് കാണിക്കുന്നത്, അതായത് ടൈഗർ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്, ഫിയേഴ്സ് ആണ്, വളരെ ക്രൂവലായിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ഇമേജാണ് നമ്മുടെ ഉള്ളിൽ എന്താ പറയുക ഉണർത്തുന്നത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇമേജറി. ലാംബ് എന്ന് പറയുന്നത് വീണ്ടും അതുപോലെ തന്നെ ഒരു വൂളി, ടെൻഡർ അല്ലെങ്കിൽ സോഫ്റ്റ് ആൻഡ് ജെന്റിൽ ഇമേജറിയാണ് നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്നത്. ടൈഗർ എന്ന് പറയുമ്പോൾ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേണിംഗ്, ഫയർ, ഇതിനൊക്കെയാണ് ടൈഗറിനെ യൂസ് ചെയ്യുന്ന ഇമേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ക്വസ്റ്റ്യനിങ് ക്രിയേഷൻ. ക്രിയേഷനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി എങ്ങനെയാണ് രണ്ട് പോയത്തിലും. ലാമ്പിനകത്ത് സ്പീക്കർ ഇന്നസെൻ്റ് ആയിട്ട് വണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്, ലാമ്പിനെ ആരുണ്ടാക്കി എന്നൊക്കെ. ടൈഗറിനകത്ത് സ്പീക്കർ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് ക്രിയേറ്ററിൻ്റെ ഇൻറ്റൻഷനെ, അതായത് എന്തിനാണ് ഇങ്ങനെയുള്ളൊരു ഫിയർസം ക്രീച്ചറിനെ ഉണ്ടാക്കിയത്, ഗോഡിൻ്റെ അതേ ഇമേജിലാണോ ഇങ്ങനൊരു ഫിയർസം ക്രീച്ചറിനെ ഉണ്ടാക്കിയത്, ലാമ്പിനെ, അതായത് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആനിമൽ ആയിട്ടുള്ള ലാമ്പിനെ ഉണ്ടാക്കിയ ഗോഡ് തന്നെയാണോ ഈ ടൈഗറിനെ, ഇതുപോലെയുള്ള ക്രൂവലായിട്ടുള്ള ടൈഗറിനെ ഉണ്ടാക്കിയത് എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ഡിഫറൻസസ്, അതായത് മറ്റേ സോങ്സ് ഓഫ് ഇന്നസെൻസ് അല്ലെങ്കിൽ ലാംബ് എന്നുള്ള പോയത്തിനകത്ത് സ്പീക്കർ എന്ന് പറയുന്നത് വളരെ ചൈൽഡിഷ് ആണ്. പക്ഷേ ടൈഗർ എന്നുള്ള വോക്കിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് കടുകട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആ പോയത്തിനകത്ത് യൂസ് ചെയ്യുന്ന വാക്കുകളും കുറച്ച് കട്ടിയുള്ളതാണ്. അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കമ്പാരിസൺസും ഇമേജസും എല്ലാം കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. അപ്പം സ്പീക്കർ എന്ന് പറയുന്നത് ഇവിടെ കുറച്ചും കൂടി അഡൾട്ട് അല്ലെങ്കിൽ മെച്യൂർഡായി മാറി ടൈഗർ എന്നുള്ള പോയത്തിനകത്ത്. മറ്റേതിനകത്ത് ഇന്നസെൻ്റ് അല്ലെങ്കിൽ ചൈൽഡിഷ് ആണ്. അനദർ തിങ് ഇസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന്. വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ് ലാംബ് എന്നുള്ളതിനകത്ത് ആ ഇന്നസെൻസിനെ കാണിക്കാൻ വേണ്ടി. ടൈഗർ എന്നുള്ള പോയത്തിനകത്ത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് കാണിക്കുന്നത്. സിംബോളിസം. ലാംബ് എന്ന് പറയുന്നത് എഗെയിൻ പ്യൂരിറ്റി അല്ലെങ്കിൽ ജെന്റിൽനെസ്സിനെ കാണിക്കുന്നു, അല്ലെങ്കിൽ ക്രൈസ്റ്റിനെ കാണിക്കുന്നു, ഇന്നസെൻസിനെ കാണിക്കുന്നു. ടൈഗർ എന്ന് പറയുമ്പോൾ പവർ അല്ലെങ്കിൽ ക്രിയേഷൻ്റെ ഡാർക്കർ ആസ്പെക്റ്റിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഡാർക്കർ ആസ്പെക്റ്റിനെയാണ് ടൈഗർ കാണിക്കുന്നത്. അപ്പം പിന്നെ ലാംബ് എന്നുള്ള പോയത്തിനകത്ത് ഗോഡിൻ്റെ ഇമേജ് എങ്ങനെയാണ് കാണിക്കുന്നത്, വളരെ ബെനവലൻ്റ് ആയിട്ട്, വളരെ ലവിങ് ആയിട്ടുള്ള, വളരെ നേർച്ചറിങ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഷെപ്പേർഡ് പോലെയാണ് ലാംബ് എന്നുള്ള പോയത്തിനകത്ത് ഗോഡിനെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. വൈൽ ഇൻ ടൈഗർ ക്രിയേറ്ററിനെ ഇസ് പോർട്രേഡ് ആസ് മിസ്റ്റീരിയസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പോർട്രേ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് പേടിയും അതുപോലൊപ്പം തന്നെ റെസ്പെക്റ്റും തോന്നുന്ന രീതിയിലാണ് ടൈഗറിനകത്ത് ഗോഡിൻ്റെ ഇമേജ് വരുന്നത്. ദെൻ ലാംബ് എന്നുള്ള പോയത്തിൻ്റെ ടോൺ വരുന്നതെന്ന് വെച്ചാൽ വളരെ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ടോണാണ് വരുന്നത്, വളരെ സിമ്പിൾ ആൻഡ് ടെൻഡർ ടോണാണ് വരുന്നത്. ടൈഗറിനകത്ത് എന്താ പറയുക, വളരെ ഫിയർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോണാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റൈം സ്കീം എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് റൈം സ്കീംസ് ആണ് രണ്ട് പോയത്തിലും യൂസ് ചെയ്തിരിക്കുന്നത്. ലാംബിനകത്തെന്ന് പറയുമ്പം സിമ്പിൾ അല്ലെങ്കിൽ വളരെ ഹാർമോണിയസ് ആയിട്ടുള്ളൊരു റൈം സ്കീമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് AABBCC പാറ്റേണിൽ. ടൈഗറിനകത്ത് എന്താ പറയുക, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു റിഥമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അതിനകത്ത് AABB എന്നുള്ള റിതമിക് പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ട് പോയംസും ഡിസ്പൈറ്റ് ദെയർ ഡിഫറൻസസ്, രണ്ട് പോയംസും ഇൻ്റർ കണക്റ്റഡ് ആണ് തിമാറ്റിക്കലി. അതായത് ക്രിയേഷൻ്റെ ആ ഒരു ഡുവാലിറ്റിയെ അല്ലെങ്കിൽ ആ ഒരു പാരഡോക്സിക്കൽ നേച്ചറിനെയാണ് എക്സാമിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇന്നസെൻസും അതുപോലെ തന്നെ ഇത്രയും ക്രൂവലായിട്ടുള്ളൊരു ക്രിയേച്ചറും എങ്ങനെയാണ് രണ്ടും നേച്ചറിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ
ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്. നറേറ്റീവ് വോയിസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈഗറിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുവാണ്. ലാമ്പിനകത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻസ്ട്രക്റ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. ലാമ്പിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് സംസാരിക്കുകയാണ്. മറ്റേത് ടൈഗറിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ റിലീജിയസ് സിംബോളിസം എന്ന് പറയുമ്പം ലാമ്പ് എന്നുള്ളത് ക്രൈസ്റ്റിനെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഗോഡിനെ കാണിക്കുന്നു. ടൈഗർ എന്ന് പറയുന്നത് ഒരു ഡാർക്കർ ആസ്പെക്റ്റിനെ കാണിക്കുന്നു റിലിജനകത്തുള്ള. ഓക്കെ, ദെൻ ഇത്രയും ഒക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുമ്പോൾ ആദ്യമേ ആരാണ് എഴുതിയതെന്നും ഏത് വർക്കിനകത്താണ് എടുത്തതെന്നും എപ്പോൾ പബ്ലിഷ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതുപോലെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യുക. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ സിമിലാരിറ്റീസും പറയണം, ഡിസിമിലാരിറ്റീസും പറയണം. തിമാറ്റിക്കലി ഇത് രണ്ടും പോയം എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യത്തിലാണ് സംസാരിക്കുന്നത്. അതായത് എങ്ങനെയാണ് ക്രിയേഷൻ, ഈ ഒരു ഡാർക്കർ ആസ്പെക്റ്റും ഈ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് നേച്ചറിൽ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഇതെങ്ങനെ ഗോഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, ഇങ്ങനെയുള്ള രണ്ട് ആസ്പെക്റ്റുകളെ. പിന്നെ ആ ഒരു കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡിഫറൻസസ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. ആ ഡിഫറൻസസ് ഒരു 10-20 പോയിൻ്റ്, ഒരു 10-15 പോയിൻ്റ് എങ്കിലും എഴുതുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.